അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കാണുന്നവർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. ഈ ദുആയിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന ആ നാവ് കൊണ്ട് മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്ക് റബ്ബേ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും ബാധ്യതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളുമൊക്കെ ഉള്ളവരാണ് നാമൊക്കെയും. കാരണം ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഒരുപാട് സഹോദര സഹോദരിമാർ അവരുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വിഷമങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറയലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി ജീവിതത്തിൽ സലാമത്തും സന്തോഷവും സമാധാനവും നൽകി അവസാനം നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പണത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് എല്ലാ ആളുകളും. നല്ല ജോലി, നല്ല ശമ്പളം, നല്ല വീട്, മാന്യമായ ജീവിതം, ഇതൊക്കെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രം പോരാ, മനസ്സമാധാനവും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെടുകയാണ്. അതിനിടയിൽ കടം കൂടിയവർ, സാമ്പത്തികം തകർന്നവർ, ജപ്തി ഭീഷണി നേരിടുന്നവർ, രോഗം ബാധിച്ചവർ, ശമ്പളം കുറഞ്ഞവർ, ശമ്പളം കിട്ടാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെട്ടവർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം എല്ലാവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും ആലോചിച്ച് നമ്മൾ ആവലാദികളും വേവലാദികളും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിന് പകരം വളരെ ക്ഷമയോടുകൂടിയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ടും നമ്മൾ ജീവിച്ചാൽ നമ്മൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് ആഖിറത്തിലേക്ക് വലിയ ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതിനെ ക്ഷമയോടുകൂടി നേരിടണം. എന്നാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക. നിങ്ങൾ എത്രത്തോളം ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ആരാണോ നിങ്ങളെ വേദനപ്പെടുത്തുന്നത്, നിങ്ങൾ ആരാണോ വിഷമിപ്പിക്കുന്നത്, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുത്തുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ക്ഷമിക്കുന്നവരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവനാണ്.
ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ നിങ്ങൾ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ക്ഷമിച്ചു നിന്നാൽ, നിങ്ങൾ ക്ഷമിച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി ദുനിയാവിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തരുന്നത് നിങ്ങൾക്ക് ഹൈറല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി നമുക്ക് വലിയ ക്ഷമയോടുകൂടി നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നമുക്ക് നിറവേറ്റിയെടുക്കുവാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയും നാം ജീവിതത്തിൽ സ്വീകരിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം ആക്കിത്തരും. നമ്മുടെയൊക്കെയും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും കടമില്ലാത്ത നല്ലൊരു ജീവിതം. പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുണ്ട്. അവരുടെയൊക്കെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും ആ രോഗമൊന്ന് മാറിക്കിട്ടുക എന്നുള്ളത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലായി എന്നും ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാകും. അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും ദാരിദ്ര്യമില്ലാത്ത ഒരു സന്തോഷമുള്ള ജീവിതം. സ്വന്തമായിട്ടൊരു വീടില്ലാതെ വാടക വീട്ടിലും റോഡ് സൈഡിൽ തെരുവിലൊക്കെ ഷെഡ് കെട്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അവർക്കൊക്കെയും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിക്കിട്ടുക എന്നുള്ളത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. ജീവിതത്തിൽ വർഷങ്ങളായിട്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ കുട്ടികളില്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത്. എന്നാൽ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഒന്ന് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടും ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടും മറ്റു പല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ആ ആവശ്യങ്ങളൊന്ന് നിറവേറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ആളുകളും. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ ശരിയാകും. എന്നാൽ ചില ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലും മറ്റ് ഹദീസുകളിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അത് നമുക്ക് നിറവേറിക്കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഉറച്ച ഈമാനാണ്. ഈമാനുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കത് നിറവേറിക്കിട്ടുകയുള്ളൂ. അപ്പോൾ ഉറച്ച ഈമാനോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ പറ്റിയ ഒരു ദുആയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് ഈ ദുആ 3 പ്രാവശ്യം ചൊല്ലുക. മാത്രമല്ല ഈ ദുആ നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ ദുആ കഴിയുമ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ആവശ്യങ്ങളാണോ സ്വപ്നങ്ങളാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ നല്ല ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുമെന്ന് നമുക്ക് കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോൾ ആ ദുആ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലിഹി. ഈ ദുആ നിങ്ങൾ
സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഈ ദുആ ചൊല്ലുക. എന്നതിൻ്റെ ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. എന്നതിന് ശേഷം വീണ്ടും ഈ ദുആ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ഈ രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ദുആ നിങ്ങൾ കുറച്ച് ദിവസം ഈ രീതിയിൽ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു ദുആയാണ് ഇത്. ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.